ഹിസ്ബുള്ളയ്ക്കെതിരെ വെടിനിർത്തൽ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും അടക്കമുള്ള രാജ്യങ്ങളുടെ സ്വപ്നമാണ് അതെന്നും ഒരിക്കലും ഹിസ്ബുള്ളയ്ക്കെതിരെ വെടിനിർത്തൽ സാധ്യമല്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം സാധ്യമാകുന്നതുവരെ, തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിപ്പിക്കുന്നതുവരെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധം തുടരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അമേരിക്കയും ഫ്രാൻസും അടങ്ങുന്ന 25 അംഗരാജ്യങ്ങളുടെ ഒരു നിർദ്ദേശം ഉണ്ടായത്. ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും അതിനുവേണ്ടി ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണമെന്നുമാണ് 21 സഖ്യരാജ്യങ്ങൾ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത്. അതിനു പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. ഹിസ്ബുള്ളയ്ക്കെതിരെ ഓരോ മണിക്കൂറിലും ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ 1000-ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ലെബനനുള്ളിൽ കടന്നു കയറി ലെബനന്റെ മധ്യഭാഗത്തടക്കമുള്ള ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ, റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ, ബേസ് ക്യാമ്പുകൾ, കമാൻഡ് സെന്ററുകൾ അടക്കമുള്ളവയാണ് ആക്രമിച്ച് നശിപ്പിച്ചത്. തെക്കൻ ലെബനനിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ ഇതിനകം പലായനം ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. തെക്കൻ ലെബനനിൽ ജനങ്ങൾക്ക് കടുത്ത അപായ സൂചനയും ഇസ്രായേലി സൈന്യം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ സമീപത്തു നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നാണ് ലെബനീസ് പൗരന്മാർക്ക് ഇസ്രായേലി സേന നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആക്രമണം കൂടുതൽ ശക്തമായതോടുകൂടി ലെബനനിൽ നിന്ന് ഏകദേശം 1,00,000-ഓളം ആളുകൾ സിറിയയിലേക്ക് പലായനം ചെയ്തു എന്ന് സിറിയയിലെ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം വീണ്ടും തുടരുകയാണ് ഹിസ്ബുള്ള. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ തുടർച്ചയായ 3-ാം ദിവസവും ഇസ്രായേലിന് നേരെ 60-ഓളം റോക്കറ്റുകൾ, കത്യൂഷ റോക്കറ്റുകൾ ഹിസ്ബുള്ള പ്രയോഗിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിൽ നിരവധി റോക്കറ്റുകളെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം നിർവീര്യമാക്കിയെങ്കിൽ കൂടി ബാക്കി നിരവധി റോക്കറ്റുകൾ കടലിൽ പതിച്ചു എന്നും IDF വ്യക്തമാക്കുന്നു. റോക്കറ്റുകൾ നിരവധി എണ്ണം കടലിൽ പതിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും IDF പുറത്തുവിട്ടിരിക്കുന്നു. അപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല. ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ നിരവധി ആയുധങ്ങൾ നൽകിയിരിക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ ഡ്രോണുകളും മിസൈലുകളും ഇപ്പോഴും ഇറാൻ നൽകുന്നു എന്ന വിവരമാണ് ഇസ്രായേൽ പുറത്തുവിടുന്നത്. ആ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത്. വടക്കൻ ഇസ്രായേലിലെ ഹൈഫ പട്ടണത്തിലുള്ള റാഫേൽ വ്യാവസായിക ഫാക്ടറിക്ക് നേരെയാണ് കഴിഞ്ഞ തുടർച്ചയായ 3-ാം ദിവസവും ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ ഹിസ്ബുള്ളയിൽ നിന്ന് തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയുടെ ശക്തി പൂർണ്ണമായും നശിപ്പിക്കാനുള്ള വമ്പൻ ഓപ്പറേഷനിലേക്ക് ഇസ്രായേൽ കടക്കുന്നത്. ലെബനൻ അതിർത്തിയിൽ വടക്കൻ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശത്തേക്ക് വമ്പൻ കരസൈന്യത്തെ ഇസ്രായേൽ വിന്യസിച്ചു കഴിഞ്ഞെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 2 അധിക ബ്രിഗേഡ് കൂടി അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു കരയുദ്ധത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും സംജാതമായി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള കരയുദ്ധത്തിനുള്ള ഒരുക്കങ്ങളും ഇസ്രായേലി സേന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കവചിത ടാങ്കുകളടക്കം ആധുനിക യുദ്ധ സാമഗ്രികളടക്കം കൈവശമാക്കിക്കൊണ്ട് ലെബനനിലേക്ക് കടന്നു കയറി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ പൂർണ്ണമായും തീർക്കുക എന്ന വമ്പൻ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം വ്യോമാക്രമണവും കരയാക്രമണവും, ഒരേ സമയം ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളും മിസൈൽ ഫാക്ടറികളും തകർക്കുക എന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം ഇസ്രായേലിന് വ്യക്തമാണ്, അതായത് ഹമാസിനേക്കാൾ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് വളരെയധികമുണ്ട്. പ്രത്യേകിച്ച് റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും ഹമാസിനേക്കാൾ ഇരട്ടിയിലധികം ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള നിരന്തരമായി റോക്കറ്റ് ആക്രമണത്തിലൂടെ, മിസൈൽ ആക്രമണത്തിലൂടെ, ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അത് അയൺ ഡോം സംവിധാനം ഒരു പരിധിവരെ എതിർക്കുന്നുമുണ്ട്, തടയുന്നുമുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ചില ഘട്ടങ്ങളിൽ അയൺ ഡോം സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിലേക്ക് പതിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതേസമയം
ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വരുന്ന വഴികൾ അടയ്ക്കുക, ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ ഇനി അധികം എത്താത്ത സാഹചര്യം ഉണ്ടാക്കുക, ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ, ഹിസ്ബുള്ളയുടെ ആയുധശാലകൾ ആക്രമിച്ച് ഹിസ്ബുള്ളയെ നിർവീര്യമാക്കുക, ഹിസ്ബുള്ളയുടെ ആയുധശേഷിയെ പരമാവധി നശിപ്പിക്കുക എന്ന വമ്പൻ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം തന്നെ ലെബനനിലേക്ക് കടന്നു കയറി കരയുദ്ധം നടത്തുക. കരയുദ്ധത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലയിലെ സൈന്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി സർക്കാരിൽ നിന്ന്, ഭരണതലത്തിൽ നിന്ന് ഒരു ഉത്തരവ് മാത്രം മതി ലെബനനിലേക്ക് ഇസ്രായേലി സൈന്യം കടന്നു കയറാൻ. അതേസമയം ഇസ്രായേൽ ലെബനൻ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ നയതന്ത്ര ചർച്ചകളും അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ ശക്തി ക്ഷയിപ്പിക്കാതെ, അവരുടെ ആയുധങ്ങൾ ഇല്ലാതാക്കാതെ, അവരുടെ ഭീകര പ്രവർത്തനം അവസാനിപ്പിക്കാതെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഹമാസിനെതിരെ നടത്തിയതുപോലെയുള്ള ഒരു വമ്പൻ പോരാട്ടം ഹിസ്ബുള്ളയ്ക്കെതിരെയും നടത്തും. ഇനി ഹൂതികൾക്കെതിരെയോ ഇറാനും ഇറാഖിനുമെതിരെയോ യുദ്ധം ചെയ്യേണ്ടി വന്നാലും അത് ചെയ്യാനും തങ്ങൾ തയ്യാറാണെന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ഇറാഖ് കൂടി പങ്കുചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക ഭീകര സംഘടനകളും ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഈ ഭീകര രാജ്യങ്ങൾക്കെതിരെ ഇസ്രായേൽ ഒറ്റയ്ക്ക് പടപൊരുതുന്ന ഒരു കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ കാണുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാഖിൽ നിന്ന് 2 ഡ്രോണുകൾ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. അതിൽ ഒരു ഡ്രോൺ ഇസ്രായേലിനുള്ളിൽ പതിച്ചുവെന്നും 2 പേർക്ക് നിസ്സാര പരിക്കേറ്റുവെന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതാദ്യമായിട്ടാണ്, ഈ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായിട്ടാണ് ഇറാഖിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. നേരത്തെ ഹൂതികൾ യമനിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു, സിറിയയിൽ നിന്ന് ആക്രമണം ഉണ്ടായിരുന്നു, ലെബനനിൽ നിന്ന് ആക്രമണം ഉണ്ടായിരുന്നു, ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇറാഖിൽ നിന്നുകൂടി ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തെക്കൻ ലെബനനിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ ഇതിനകം പലായനം ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. തെക്കൻ ലെബനൻ ജനങ്ങൾക്ക് കടുത്ത അപായ സൂചനയും ഇസ്രായേലി സൈന്യം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ സമീപത്തു നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നാണ് ലെബനീസ് പൗരന്മാർക്ക് ഇസ്രായേലി സേന നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആക്രമണം കൂടുതൽ ശക്തമായതോടുകൂടി ലെബനനിൽ നിന്ന് ഏകദേശം 1,00,000-ഓളം ആളുകൾ സിറിയയിലേക്ക് പലായനം ചെയ്തു എന്ന് സിറിയയിലെ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം വീണ്ടും തുടരുകയാണ് ഹിസ്ബുള്ള. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ തുടർച്ചയായ 3-ാം ദിവസവും ഇസ്രായേലിന് നേരെ 60ഓളം റോക്കറ്റുകൾ, കത്യൂഷ റോക്കറ്റുകൾ ഹിസ്ബുള്ള പ്രയോഗിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്.